ഡയറ്റിന് നല്ല ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും മോള്. എനിക്ക് ഇതൊന്നും വേണ്ട. പിന്നെ ഇവളൊക്കെ ഉണ്ടാക്കുന്ന കഴിക്കേണ്ട ഗതിയോടൊന്നും എനിക്ക് തൽക്കാലം ഇപ്പോൾ ഇല്ല. സോ അതുകൊണ്ട് ജയനിപ്പോൾ പുറത്ത് പോകുന്നെങ്കിൽ എനിക്കൊരു ½ kg ഓട്സ് വാങ്ങിച്ചിട്ടോ. ജയൻ ഇപ്പൊ പുറത്ത് പോണില്ലെങ്കിലോ? അത് പറയാൻ നീ ആരാ? ഞാൻ ഇവിടെ താമസിക്കുന്ന അന്തേവാസി. അന്തേവാസിയാന്നറിയാം. എടി പെണ്ണെ കുറെ നാളായിട്ട് നിന്റെ അടുത്ത് ചോദിക്കണം. പിന്നെ നിന്നെ മമ്മീന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആന്റിന്ന് വിളിക്കാം, അമ്മച്ചീന്ന് വിളിക്കാം. നീ എന്ത് വേണേലും വിളിച്ചോ. നീ അങ്ങനെ വിളിക്കുന്ന ആളെന്ന് എനിക്കറിയാം. അല്ല ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കണം ഇരിക്കുവായിരുന്നു. ഇത് ആര് നിന്റെ? നീ വന്ന കാലം മുതൽ ജയാ അമ്മാവനോ ജയാന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ അപ്പൂപ്പന്റെ പ്രായം ഉണ്ടല്ലോ ഇങ്ങാർക്ക് ഇരിക്കട്ടമ്മ വീറ്റാ കണ്ടാ പറയത്തില്ലെങ്കിൽ നല്ല പ്രായം ഉണ്ട് അമ്മാവന്. ആ അമ്മാവനെ കയറി നീ ജയാന്ന് വിളിക്കുന്നതിനൊക്കെ എന്ത് റൈസാ പെണ്ണെ ഉള്ളത്? റൈസോ? എടി നീ കൂടുതൽ ഉപദേശിക്കാൻ നിക്കല്ലേ. ഞാൻ പറഞ്ഞില്ല നിന്റെ അപ്പൂപ്പന്റെ പ്രായം ഉണ്ടെന്ന്. നോക്കാൻ കിട്ടും തലയുടെ മുടി വരെ പോയി. ആ മനുഷ്യന്റെ മുടിയിലാണ് ഈ കുട്ടി നിക്കർ കൊണ്ട് ഇറങ്ങി വന്നത്. ഞാനിപ്പോ ഈ കുട്ടി നിക്കർ ഇട്ടിരിക്കുന്നതാണോ നിന്റെ പ്രശ്നം, അതോ ജയാന്ന് വിളിക്കുന്നതാണോ നിന്റെ പ്രശ്നം? രണ്ടും ഇവിടുത്തെ മെയിൻ പ്രശ്നം തന്നെ. ആയിക്കോട്ടെ. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ? ഇതുപോലത്തെ 2-3 നിക്കർ കിട്ടിയ നിന്റെ പ്രശ്നം തീരുവോ? എന്റെ അലമാരിൽ 3-4 ഇരിപ്പുണ്ട്. വേണമെങ്കിൽ ഞാൻ അതെടുത്ത് തന്നേക്കാം. നീ അത് ഇട്ടുകൊണ്ട് നടന്ന് ഇവിടെ ഒക്കെ ഓടി നടന്ന ആഗ്രഹം ഒന്ന് തീർത്ത് പ്രശ്നം തീർന്നില്ലേ? എന്റെ പൊന്നു മോടെ ഞാനും ഇട്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരെണ്ണം. പക്ഷെ പാന്റ് അടിയാണെന്ന് മാത്രമേ ഞങ്ങൾ പ്രദർശിപ്പിച്ച് നടക്കാറില്ല. പ്രദർശിപ്പിച്ച് നടക്കാൻ ഇതിനകത്ത് വല്ലതും വേണ്ടേ? അതാണ് അതിന് കുറച്ച് ഉളുപ്പ് വേണം. ഇതിട്ട് ആപ്റ്റ് ആവാത്ത ബോഡിയിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടത്ത ഒരു കാര്യമില്ല. നീ വലിയ ഡയറ്റീഷ്യൻ ആണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഡയറ്റ് നീ ഫോളോ ചെയ്യുന്നുണ്ടോ? ബോഡി കണ്ടാലും പറയും ഭയങ്കര സെക്സി ബോഡിയാണ്. നീ എന്താ പറഞ്ഞേ? ഷോർട്സ് എനിക്ക് ചേരൂലെന്നാണോ? ഇതുപോലത്തെ 50 എന്റെ ബാഗിൽ. നീ അതിട്ടോട് നടക്ക്. ഉണ്ടമ്മ കൈവിട അങ്ങോട്ട്. നിനക്കെന്താ ഇപ്പൊ കാണേണ്ടത്? ഞാൻ നിന്റെ മുന്നിൽ കൂടെ ഇതിനേക്കാളും ചെറിയ ഷോർട്സിലൂടെ നടക്കും. നിനക്ക് കാണണോ? അയ്യോ, എന്റെ മുമ്പിൽ കൂടെ മാത്രമേ നടക്കാവൂ. നേരത്തെ പറഞ്ഞുകൊണ്ട് ജയന്റെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഒന്നും നടക്കല്ലേ. അങ്ങനെ അമ്മ മിണ്ടായിരിക്കാം അമ്മാവ. അങ്ങനെ ഒരിക്കലും അവന്തിക്ക് നടക്കത്തില്ലടി. അങ്ങനെ അവന്തിക്ക് നടക്കണമെങ്കിൽ നേരത്തെ നടന്നേനെ കേട്ടോ. നടക്കാൻ അമ്മ പറയണ്ട. നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ? നീ ഇത് എവിടെയായിരുന്നു? ഞാനകത്തുണ്ടായിരുന്നു. എനിക്ക് നിന്നെ കൊണ്ടൊരു ഉപകാരം വേണം. എന്താ കാര്യം പറ. എടി നിന്റെ കയ്യില് ഷോർട്സ് ഇരിപ്പുണ്ടോ? എന്റെ കയ്യില് ഷോർട്സ് ഇല്ല. അല്ല നിനക്ക് എന്തിനാ ഷോർട്സിന്റെ അത്യാവശ്യം? അതിന്റെയൊക്കെ ആവശ്യമുണ്ട്. ഞാൻ കാര്യം പറയാം. എനിക്കാണെങ്കിൽ അത്യാവശ്യം ഷോർട്സ് വേണോ താനും. നിന്റെ കുറെ ഷോർട്സ് ഉണ്ടല്ലോ. അത് പനലായി. മാത്രമല്ല അതിന് മുട്ടും കഴിഞ്ഞ് നീളമില്ലേ. എനിക്കിതേ ഇവിടെ നിൽക്കുന്ന ഒരു ഷോർട്സ് വേണം. അതിന് നീ അത്രയോളൊന്നും ഇടത്തില്ലല്ലോ, പിന്നെന്തിനാ? അതങ്ങനെയൊക്കെ ആയിരുന്നു ചിലരുടെ മനസ്സിൽ. പക്ഷെ അങ്ങനെ ഇനി അവന്റെ ഇട്ട് നടക്കും. നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല, അത് ആദ്യം പറ. ഹെൽപ്പൊക്കെ ചെയ്യാൻ നീ കാര്യം എന്താന്ന് പറഞ്ഞാലേ എനിക്ക് ബാക്കി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എടി ഞാനും അമ്മാവനോട് അടുക്കളയിൽ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നേ. അപ്പൊ ആ പപ്പി ഉണ്ടല്ലോ, അവള് കയറി വന്നു. അതെന്താ ഇവിടം വരെയുള്ള നിക്കറും ഒരു ടൈറ്റ് ആയിട്ടുള്ള ഉടുപ്പിട്ടുണ്ട് അമ്മാവന്റെ മുന്നിൽ വന്നടി. ഞാനും അവളും തമ്മിൽ ഉടക്കി. നിനക്കറിയാലോ ഞങ്ങൾ കീരിയും പാമ്പുവാണല്ലോ. അവസാനം എത്തിയത് അവൾ എന്നെ ബോഡി ഷെയിം ചെയ്തു. ഞാൻ മെലിഞ്ഞിരിക്കുവാണ്, എന്റെ ബോഡി ഒട്ടും ഷേപ്പ് ഇല്ലാത്തതാണ്, എനിക്ക് അവളോട് ഭയങ്കര അസൂയാണെന്ന് പോലും അവള് ഷോർട്സ് ഇട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു. അതിൽ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കമായി. അവസാനം വെല്ലുവിളിയായി. ഞാനും അവളുമായിട്ട് ചലഞ്ച് ചെയ്തു. എന്ത്? അവിടെ മുന്നിൽ കൂടെ കുട്ടി നിക്കറൂട്ടുണ്ട് നടക്കാന്ന്. അയ്യോ, ഈ കാര്യത്തിനൊക്കെയാണോ നീ അവളായിട്ട് ചലഞ്ച് ചെയ്യുന്നത്? എന്റെ പൊന്നവന്തി, നീ ചെയ്യാത്ത കാര്യത്തിനൊക്കെ എന്തിനാ ചലഞ്ച് ചെയ്യാൻ നിൽക്കുന്നത്? അത് മാത്രമല്ല അവളൊക്കെ ആയിട്ട് എന്തിനാണ് വെറുതെ ഉടക്കാൻ നിൽക്കുന്നത്? അയ്യേ എടി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വെല്ലുവിളിച്ചതാ. ഇനി ഒന്നും മാറ്റി പറയാൻ പറ്റത്തില്ല. എനിക്ക് കുട്ടി നിക്കർ വേണം. അതിന് നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ല എനിക്ക് അത് പറഞ്ഞാൽ മതി. ഞാൻ ഹെൽപ്പൊക്കെ ചെയ്യാം, പക്ഷെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ സ്കൂട്ടാവും. അത് നീ പറയാനെന്ന് എനിക്കറിയാലോ, സ്ഥിരം കാര്യമല്ലേ. നീ എവിടെ വേണമെങ്കിലും സ്കൂട്ടായിക്കോ. എനിക്കിപ്പോ സാധനം വേണം. നീ ഒരു മാർഗം പറഞ്ഞതാ. ഷോർട്സ് അല്ലേ? അതിപ്പോ എല്ലാ ഓൺലൈൻ സൈറ്റിലും കിട്ടും, നീ ഓർഡർ ചെയ്യും. എടി ഞാൻ നോക്കി, എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാം കുറെ പുള്ളിയും വള്ളിയും ഒക്കെ ഉള്ളതാ. എവിടെ നോക്കി? ഏത് സൈറ്റിൽ നോക്കി? ഒന്നാമത്തെ ട്രെൻഡും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല എനിക്ക്. അവരുടെ മുന്നില്ല കുട്ടി നിക്കർ ഇട്ടുകൊണ്ട് തേരാ പാര നടക്കണോടി ചാരും. വലിയ സുഖമൊന്നും ഉണ്ടാവില്ല കാണാൻ. അല്ല അങ്ങനെ ഉദ്ദേശിച്ചല്ല,